ഒരു ഡാം എന്ന് പറഞ്ഞാൽ അതൊരു വാട്ടർ ബോംബാണ്. നമ്മുടെ ഇവിടെ ഈ ഗ്രാവിറ്റി ഡാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50ഓളം ഡാംസുകൾ ഇന്ത്യയിൽ, 50-ലേറെ ഡാംസുകൾ ഇന്ത്യയിൽ തകർന്നുണ്ട്. എല്ലാം ഗ്രാവിറ്റി ഡാംസ് ആണ് മെജോറിറ്റി. പിന്നെ സുപ്രീം കോടതിയെ വഞ്ചിക്കാനായിട്ട് കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരും കൂട്ടുനിന്നു എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളൂ. തമിഴ്നാട്ടിലെ കോടതി കൊണ്ടുവന്ന് കേരള ഗവൺമെന്റ് കേസ് കൊടുക്കണം. ഈ ശ്രീധരൻ പറഞ്ഞ വിഡ്ഢിത്തരത്തിനുള്ള മറുപടിയാണ് UP എന്ന് പറയട്ടെ കേരളത്തിന് വേണ്ടി. അഥവാ എന്തെങ്കിലും ഉപകരണങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രവർത്തിക്കുന്നുമില്ല. അതിൽ ആയിരക്കണക്കിനൊന്നും പൊട്ടുണ്ടായി, 1-2 പൊട്ടിക്കഴിഞ്ഞാൽ തന്നെ എൻ്റെ കേരള പോപ്പുലേഷൻ ജീവനുള്ള സകലതും തീരും, മൃഗങ്ങളടക്കം. ജീവിച്ചിരിക്കുന്ന നമുക്ക് പോകും, നമ്മുടെ മക്കളില്ലാണ്ടാവും, സഹോദരന്മാരുണ്ടാവും, അമ്മ ഉണ്ടാവില്ല, അച്ഛനുണ്ടാവില്ല. ഇത് നമുക്കാ പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ 50ഓളം ഡാമുകൾ ഇന്ത്യയിൽ തകർന്ന് ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ചവർക്ക് പോയി എന്നല്ലാണ്ട് ഇന്ത്യക്കൊന്നും ഒന്നും പറ്റിയിട്ടില്ല. ഈ ഗ്രാവിറ്റി ഡാമുകളുടെ കാര്യത്തിൽ ഇപ്പോഴും കേരളത്തിൽ തന്നെയുള്ള പല ബുദ്ധിജീവികളും പറയുന്നത് ഗ്രാവിറ്റി ഡാം വളരെ സേഫാണ്, ദീർഘകാലം അതിന് ലോങ്ങിവിറ്റി ഉള്ള ഒരു സാധനമാണ്, അതിൻ്റെ മേലെ ഇത്രയും ആശങ്ക വേണ്ട എന്നുള്ള ഒരു നരേഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിന് ഉദാഹരണമായിട്ട് ഇന്ത്യയിൽ തന്നെ ഭൂകമ്പങ്ങളെ അതിജീവിച്ച ഗ്രാവിറ്റി ഡാമുകൾ, ഭക്ര ഡാം പോലെയുള്ള ഡാമുകളുടെയൊക്കെ പേരുകൾ അവർ പറയുന്നുണ്ട്. അപ്പം ഇതിനോട് ഭക്ര അവിടെ ഭൂകമ്പം ഉണ്ടായി, അവിടെ പ്രശ്നം ഉണ്ടായി. ഇപ്പോൾ അവിടെ എത്ര ഡാമിന്റെ വിസിനിറ്റിയിലാണോ അതോ അല്ലെങ്കിൽ ഇത്ര കിലോമീറ്റർ ദൂരെ, അങ്ങനെ അതെനിക്ക് വ്യക്തതയില്ല. പക്ഷെ ഡാം അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് എത്രത്തോളം എങ്ങനെ സാർ അംഗീകരിക്കുന്നുണ്ട്? ഏത് തരത്തിലാണ് ഇതിനെ? അത് ഭൂകമ്പങ്ങൾ ഇപ്പൊ തന്നെ വെനിസ്വേലയിൽ ഭൂകമ്പം ഉണ്ടായില്ലേ, അവിടെ തകരാതെ കെട്ടിടങ്ങൾ ഇപ്പോഴും ഉണ്ട്. മനസ്സിലായി? അപ്പൊ ഈ ഭൂമിയുടെ കുലുക്കം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ഡയറക്ഷനിലായിരിക്കും, ആ ഡയറക്ഷനിലുള്ളതെല്ലാം വീഴും, അല്ലാത്ത വീഴൂല. മനസ്സിലായില്ലേ? നമ്മുടെ ഇവിടെ ഈ ഗ്രാവിറ്റി ഡാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50ഓളം ഡാംസുകൾ ഇന്ത്യയിൽ, 50-ലേറെ ഡാംസുകൾ ഇന്ത്യയിൽ തകർന്നുണ്ട്. എല്ലാം ഗ്രാവിറ്റി ഡാംസ് ആണ് മെജോറിറ്റി. അപ്പോൾ ഗ്രാവിറ്റി ഡാംസ് തകരില്ല എന്ന് പറയണതിലൊന്നും അർത്ഥമില്ല. ഇപ്പോൾ ബ്രിട്ടീഷുകാർ പണിതാ തകരില്ല എന്ന് പറയണ പോലെയാണ്. ബ്രിട്ടനിൽ എത്ര തകർന്ന്, ഇവിടെ പണിത് വെച്ചേക്കണത് പലതും ബ്രിട്ടീഷുകാർ പണിതല്ലേ. ഈ 50-ലേറെ ഡാമുകൾ ഇന്ത്യയിൽ തകർന്നെന്ന് പറയാൻ പകുതിയോളം ഉണ്ടാക്കിയത് ബ്രിട്ടീഷുകാരാണ്. അതുപോലെ തന്നെ ഗ്രാവിറ്റി ഡാംസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ് ഒരു ഡാം എന്ന് പറഞ്ഞാൽ അതൊരു വാട്ടർ ബോംബാണ്. എപ്പോൾ വേണമെങ്കിലും എന്തു വേണമെങ്കിലും സംഭവിക്കാം. അതുകൊണ്ട് ഒരു ഡാമിൻ്റെ ഒരു പ്രിക്കോഷൻസ് ആയിട്ട് ഈ ഡാം മാനുവലിൽ പറയുന്ന കാര്യമുണ്ട്. അത്തരം ഡിജിറ്റൽ മോണിറ്ററിങ് ഡാംസുകളിൽ വേണം. ഒന്നാമത്തെ കാര്യം വാട്ടർ ലെവൽ മോണിറ്ററിങ്. അതിന് റിസർവോയർ വാട്ടർ ലെവൽ സെൻസേഴ്സ് വേണം, ഡൗൺ സ്ട്രീം റിവർ ലെവൽ സെൻസേഴ്സ് വേണം, ഫ്ലഡ് വാർണിംഗ് അലാംസ് വേണം. രണ്ടാമത്തത് സീപ്പേജ് മോണിറ്ററിങ്. ഈ സുർക്കി ഒഴുകിപ്പോയി എന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിന് ഡിജിറ്റൽ പീസോമീറ്റേഴ്സ് ടു മെഷർ വാട്ടർ പ്രഷർ ഇൻസൈഡ് ദ ഡാം, സീപ്പേജ് ഫ്ലോ മീറ്റേഴ്സ് ടു മെഷർ ലീക്കേജ്, ഡ്രെയിൻ ഫ്ലോ മോണിറ്ററിങ്. ഇത്രയും ഉപകരണങ്ങൾ വേണം, സംവിധാനങ്ങൾ വേണം. അതുപോലെ തന്നെ മൂന്നാമത്തത് സ്ട്രക്ചറൽ മൂവ്മെൻറ്റ് മോണിറ്ററിങ്, GNSS, GPS റിസീവേഴ്സ് ടു ഡിറ്റക്ട് മൂവ്മെൻറ്റ് ഓഫ് ദ ഡാം. നമ്മുടെ ഇവിടെയൊക്കെ ഈ മെട്രോ ഈ ബീംസൊക്കെ പണിയുമ്പോൾ ഒരു ഗ്യാപ്പ് ഇടണുണ്ടോ? അത് എക്സ്പാൻഡ് ചെയ്യാനും ചുരുങ്ങാനും ഉള്ള ഒരു ഗ്യാപ്പ് ഇട്ടിട്ടാ പണിയുള്ളൂ. അപ്പോൾ അതുപോലെ ഈ ഡാം മൂവ് ചെയ്യും, അത് മനസ്സിലാക്കാനുള്ള മീറ്റേഴ്സൊക്കെ അവിടെ സ്ഥാപിക്കണം. ടിൽറ്റ് മീറ്റേഴ്സ് ടു മെഷർ ടിൽറ്റിംഗ്, ക്രാക്ക് വിഡ്ത്ത് സെൻസേഴ്സ്, എക്സ്റ്റൻസോമീറ്റേഴ്സ് ടു മെഷർ ഡിഫോർമേഷൻ. നാലാമത് വൈബ്രേഷൻ ആൻഡ് എർത്ത്ക്വേക്ക് മോണിറ്ററിങ്, ആക്സിലറോമീറ്റേഴ്സ്. ഈ ഭൂകമ്പങ്ങൾ വരുമ്പോഴേ നേരത്തെ അറിയാം, ഈ ആക്സിലറോമീറ്റേഴ്സ് ഉണ്ടെങ്കിൽ നേരത്തെ അറിയാം. അപ്പോൾ ഈ വെള്ളമൊക്കെ തുറന്നു വിട്ട് എന്തെങ്കിലുമൊക്കെ മെഷേഴ്സ് എടുത്തിട്ട് ആ ഭൂകമ്പത്തെ പ്രതിരോധിക്കാനായിട്ട് സാധിക്കും. അവിടെ ആക്സിലറോമീറ്റേഴ്സ് ഒന്നും ഈ മുല്ലപ്പെരിയാർ ഡാമിലില്ല. അതുപോലെ തന്നെ സീസ്മോഗ്രാഫ്സ് ഫോർ റെക്കോർഡിംഗ് എർത്ത്ക്വേക്സ്. അഞ്ചാമത്തത് വെതർ മോണിറ്ററിങ്, ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻ, റെയിൻ ഗേജ്, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി ആൻഡ് വിൻഡ് സെൻസേഴ്സ്. ഇങ്ങനെ തുടങ്ങി 10ഓളം എമർജൻസി മെഷേഴ്സ് ഒരു ഡാമിൽ വേണം.
ഇവിടെ ഒന്നുമില്ല, ഒരു ഡിജിറ്റൽ മോണിറ്ററിങ്ങും ഇല്ല, ഒരു ഒന്നുമില്ല. അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉപകരണങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രവർത്തിക്കുന്നുമില്ല. നമുക്ക് എന്ത് സേഫ്റ്റിയാണ്? അതായത് ഡാം മാനുവലിൽ വളരെ വ്യക്തമായി ഡാം സേഫ്റ്റി മെഷേഴ്സ് എടുക്കണമെന്ന് പറഞ്ഞത് പോലും നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിൽ മാത്രമല്ല, നമ്മുടെ ബാക്കിയുള്ള ഇടുക്കി ഡാമിൽ പോലും ഇല്ല. നമ്മൾ എങ്ങനെ ഏത് ഗവൺമെൻറ്റിനെ വിശ്വസിച്ചാൽ ഇവിടെ നമ്മൾ ഇതിൻ്റെ അടിയിൽ ജീവിക്കണേ? 2018 ഇവർ ചെയ്ത പണി കണ്ടില്ലേ? എല്ലാ ഡാമിലും വെള്ളം നിറച്ചു വെച്ചിട്ട് മനുഷ്യൻ പാതിരാത്രി ഉറങ്ങിക്കിടന്നപ്പോൾ വെള്ളം തുറന്നു വിട്ട് മനുഷ്യനെ കൊന്നു. അങ്ങനെ മനുഷ്യനെ കൊന്നതാണെന്നും പറഞ്ഞുകൊണ്ട് ഹൈക്കോടതി നിയമിച്ച അമിക്കസ് ക്യൂറി റിപ്പോർട്ടുണ്ട്. എന്നിട്ട് എന്താ പ്രയോജനം? നമുക്കൊക്കെ വേണമെങ്കിൽ കേരള സർക്കാരിനെതിരെ കേസ് കൊടുക്കാം. അമിക്കസ് ക്യൂറി റിപ്പോർട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അത് ഹൈക്കോടതി ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്കുണ്ടാക്കിയ നഷ്ടം ഇവിടുത്തെ ഗവൺമെൻറ് ഉണ്ടാക്കിയ നഷ്ടമാണ്, അതുകൊണ്ട് കോമ്പൻസേറ്റ് ചെയ്യണമെന്ന് ഈ കേരളത്തിൽ നഷ്ടം വന്ന ആർക്കും കൊണ്ടുപോയി കേരള ഗവൺമെൻറ്റിനെതിരെ കേസ് കൊടുക്കാം. ആ അമിക്കസ് ക്യൂറി റിപ്പോർട്ട് മാത്രം മതി. അപ്പോൾ നമ്മുടെ സുരക്ഷിതത്വം എവിടെയാണ്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഡാം മാനുവലിലുള്ള കാര്യങ്ങൾ ചെയ്യും, അതിന് പകരമായിട്ട് കുറച്ച് കമ്മിറ്റികൾ ഉണ്ടാക്കി വയ്ക്കും. ഇപ്പോൾ ഒരു കമ്മിറ്റിയിൽ കേരളത്തിൻ്റെ പ്രതിനിധിയെ മാറ്റി എന്നും പറഞ്ഞ് വലിയ പ്രശ്നം ഉണ്ടാകില്ലേ? എന്നിട്ട് എന്താണ് UP-കാരനെ കൊണ്ടുവന്ന് വെച്ചെന്നൊക്കെ. ഈ കമ്മിറ്റി എന്തിനാണ്? ലോകത്തൊക്കെ ഡാംസുകൾ ഇങ്ങനത്തെ കമ്മിറ്റി വെച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. കമ്മിറ്റിയുടെ പർപ്പസ് ഒരു ഇതേ ഉള്ളൂ, തമിഴ്നാടിന് അനുകൂലമായ റിപ്പോർട്ട് എഴുതി കൊടുക്കുക. അതാണ് ഈ കമ്മിറ്റിയുടെ ജോലി. ഇവർ എന്ത് പരിശോധന നടത്തിയതാണ്? 80s ഒരു ഹോളിസ്റ്റിക് എക്സാമിനേഷൻ നടന്നിട്ടുള്ളൂ. അതിനുശേഷം ഇങ്ങോട്ട് ഒരു കാര്യമായ നിരീക്ഷണങ്ങളൊന്നും നടന്നിട്ടില്ല. പക്ഷേ എല്ലാ മാസവും പോയി ഇവർ റിപ്പോർട്ട് എഴുതി കൊടുക്കുക, ഡാം സേഫാന്നും പറഞ്ഞുകൊണ്ട്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇതെങ്ങനെയാണ് തമിഴ്നാടിന് അനുകൂലമായിട്ട് ഒഫീഷ്യൽസ് വരുന്നത്? അതാണ്, അത് മലയാളത്തിലൊരു ചൊല്ലുണ്ടല്ലോ, പണത്തിൻ്റെ മേലെ പരുന്തും പറക്കൂല. പണത്തിൻ്റെ മേലെ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥന്മാരും പറക്കൂല എന്നാണ്. അത് മാറ്റി പറയേണ്ടി വരും. അപ്പം ഈ കേരളത്തിൽ നമ്മൾ ഈ പറഞ്ഞത് നമുക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ ഒരാൾ പോലും ഇല്ല എന്നൊരവസ്ഥയാണ് വരുന്നത്. ഒരാളും ഇല്ലാന്നാണ് നിങ്ങൾക്ക് തോന്നണേ? അല്ലെ സാറിന്റെ ഈ സമിതിയിൽ ഞാൻ ഈ റിപ്പോർട്ട് ഇല്ലല്ലോ ഒഫീഷ്യലി. സാറിന്റെ പോരാട്ടം കാലഘട്ടം നമ്മൾ സാറിന് വേണ്ടി സംസാരിക്കുന്നത്, നമ്മള് സാറ് മാത്രമേ ഉള്ളൂ നമ്മൾ തോന്നുന്നത്. അതാണ്, ഈ റിപ്പോർട്ടൊന്നും നമ്മൾ കൗണ്ടർ സൈൻ ചെയ്യാൻ പറ്റിയ ആളുകളെയൊന്നും കേരള ഗവൺമെൻറ് വെച്ചിട്ടുമില്ല. അഥവാ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഒരാളൊരു കാര്യം ഒപ്പിട്ട് കൊടുക്കണമെങ്കിൽ അയാൾക്കൊരു ബോധ്യം വരണ്ടേ ശരിയാണെന്നുള്ളത്. ഇതിൽ 80s നടന്ന നിരീക്ഷണങ്ങളിൽ അന്നത്തെ ഒരു എൻജിനീയർ ഒപ്പിടില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് അയാളെ മാറ്റി വേറൊരാളെ കൊണ്ടൊന്ന് ഒപ്പിടിപ്പിച്ച്. കാരണം അയാൾ പറഞ്ഞ ഇതാണ്, ഈ എക്സാമിനേഷനൊന്നും പ്രോപ്പറല്ല. അതായത് 300ഓളം സി.ഡികളിൽ ഒരു 10-12 CD ഒഴിച്ച് ബാക്കി എല്ലാ CD കണ്ടാൽ ഡാം വളരെ വീക്കാന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ റിപ്പോർട്ട് വരുമ്പോൾ അങ്ങനെ എഴുതി കൊടുക്കണമല്ലോ. എന്നിട്ട് ആ CD മാറ്റിയിട്ട് പറ്റിയ ഒരു 10-12 CD കൊണ്ടുവന്ന് സുപ്രീം കോടതി ഹാജരാക്കി. പിന്നെ സുപ്രീം കോടതിയെ വഞ്ചിക്കാനായിട്ട് കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരും കൂട്ടുനിന്നു എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളൂ. അപ്പോൾ ഇനി അതൊന്നും നടക്കില്ല. ഇനി നമ്മൾ വിജിലൻ്റാണ്. നമ്മൾ ഇവരുടെ ഓരോ നീക്കങ്ങളും വളരെ ക്ലോസ് ആയിട്ട് തന്നെ സ്ക്രൂട്ടിനൈസ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് അറിയാം, ഇപ്പം വിജയുടെ കാര്യം പറഞ്ഞിട്ട് 2 സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾ മാറി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ മുഖ്യമന്ത്രി സാറ് കണ്ടിട്ടുണ്ടോ? ഇന്ന് ഈ പുതിയ മുഖ്യമന്ത്രിയായിട്ട് എന്തെങ്കിലും ചർച്ചകൾ നടന്നിട്ടുണ്ടോ? ഇന്നലെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശനെ പറവൂർ അദ്ദേഹത്തിൻ്റെ വസതിയിൽ പോയി ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും വിശദമായി ഞാൻ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയിൽ ഞാൻ കൊടുത്തിട്ടുള്ള കേസിൽ ശക്തമായ കൗണ്ടർ ഫയൽ ചെയ്യും എന്ന് അദ്ദേഹം ഒരു പ്രോമിസ് തന്നിട്ടുണ്ട്. അതിനുവേണ്ടി തിരുവനന്തപുരത്തേക്ക് എന്നെ ക്ഷണിച്ചിട്ടുമുണ്ട്. എന്തെല്ലാം കാര്യങ്ങൾ പറയാം, എന്തെല്ലാം കാര്യങ്ങൾ ഗവൺമെൻറ്റിന് പറയാൻ പറ്റത്തില്ല എന്നുള്ളത് വ്യക്തമായി എഴുതി കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട്. അത് വലിയൊരു സ്റ്റെപ്പ് തന്നെയാണ്. കാരണം നമുക്ക് അവിടം വരെ എത്താൻ അതാണ് നമ്മുടെ പ്രശ്നം ഉണ്ടായത്. നമ്മുടെ സർക്കാർ കേൾക്കുന്ന ഒരു പേടി നമുക്കുണ്ടായിരുന്നു. അപ്പം അത് പരിഹരിക്കപ്പെട്ടു എന്നാണ് സാർ ഇപ്പോൾ പറയുന്നത്. അതെ, അത് പരിഹരിക്കപ്പെട്ടു എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന എന്ന് മനസ്സിലാകുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളിൽ നിന്ന്, ഇന്നലത്തെ ചർച്ചകളിൽ നിന്ന് വളരെ വ്യക്തമാണ്. കേരളത്തിന് ഞാൻ കൊടുത്ത കേസിൽ വളരെ വ്യക്തമായി അദ്ദേഹം എന്നോട് പറഞ്ഞു, നമുക്ക് കേരള സർക്കാരിന് എന്തെല്ലാം പറയാൻ പറ്റും, എന്തെല്ലാം പറയാതിരിക്കാൻ കഴിയും, എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതൊന്ന് വ്യക്തമായിട്ട് എഴുതി തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങളെല്ലാം വളരെ പോസിറ്റീവായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ അനീതി ഏറെ നാൾ പ്രിവെയിൽ ചെയ്യില്ല, എന്നെങ്കിലും ഇതിനൊരു അവസാനം വേണം. അപ്പോൾ അതിനുള്ള സമയമായി. വിജയിയെ കാണാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് തമിഴ്നാട്ടിലെ കുറേ കർഷക നേതാക്കന്മാരും അവിടെ കുറച്ച് ബിഷപ്സും എന്നെ വിജയൻ്റെ മുമ്പിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഞാനിതവരെ എഴുതിയിട്ടില്ല കേട്ടോ. ഞാൻ എഴുതാതിരുന്നതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ
കേരളത്തിലെ മുഖ്യമന്ത്രിയെയും കേരളത്തിലെ ഇറിഗേഷൻ മന്ത്രിയും ഒന്ന് കാണട്ടെ, എന്നിട്ട് മതി തമിഴ്നാട്ടിലേക്ക് ഓടാമെന്ന് വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിൽ എന്നെ ഡൽഹിയിൽ എത്തിക്കാൻ, പ്രധാനമന്ത്രിയുടെ എത്തിക്കാൻ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഒരുപാടുണ്ട്. നമ്മളൊരു ഗ്രൗണ്ട് വർക്ക് ചെയ്തിട്ട് വേണ്ടേ പോകാൻ. അതെ, ഇവിടുന്നേ തുടങ്ങണം. അപ്പോൾ ആ ഗ്രൗണ്ട് ഇനിയിപ്പോൾ അധികം നാൾ ഡാമില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് കാര്യങ്ങളെല്ലാം ക്രോഡീകരിച്ച് ഒരു സമവായത്തിലേക്ക് എത്തിക്കണം. സുപ്രീം കോടതിയിൽ ഇപ്പോൾ തമിഴ്നാട് ഉന്നയിക്കുന്ന ഒരു വാദം എന്ന് പറയുന്നത് പുതിയ വാദങ്ങളുമായിട്ട് സംസ്ഥാന സർക്കാർ കേരളം പോകുന്നു എന്നാണ്. പുതിയ വാദങ്ങൾ കൊണ്ടുവന്നിട്ട് ഈ കേസ് റീഓപ്പൺ ചെയ്ത് വാദപ്രതിവാദങ്ങളിലേക്ക് കടക്കാനുള്ള ശ്രമം നടത്തുന്നു. അപ്പോൾ അതിൽ ഉന്നയിക്കുന്ന രണ്ട് പ്രധാന കാര്യങ്ങൾ, ഒന്ന് പ്രളയം, 2014 ശേഷം വന്നിട്ടുള്ള വ്യത്യാസമാണ് പ്രളയം, പിന്നെ 2021 ഡാം സേഫ്റ്റി ആക്ട്. ഈ രണ്ട് വിഷയങ്ങൾ കേരളം ഉന്നയിക്കുന്നതിനെ തമിഴ്നാട് എതിർക്കുകയാണ്. അതായത് ഇത് യഥാർത്ഥത്തിൽ ഇപ്പം നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ളൊരു സാഹചര്യമാണ്. ഈ നിയമം വന്നത്, മറ്റൊന്ന് പ്രളയം, ഇത് രണ്ടും റിയാലിറ്റിയാണ്. പക്ഷേ ഇത് പുതിയ വാദങ്ങൾ എന്നാണ്. പുതിയ വാദങ്ങൾ ഇതിലേക്ക് ഉന്നയിക്കാൻ പാടില്ല എന്ന ഒരു നിലപാട് തമിഴ്നാട് സർക്കാർ സ്വീകരിക്കുകയാണ്. ഈ ചക്കളത്തി പോരാട്ടം കേട്ടിട്ടുണ്ടോ? ഒരു മലയാളം ഡിക്ഷണറി എടുത്തിട്ട് ചക്കളത്തി പോരാട്ടം എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഈ നിങ്ങളിങ്ങനെ പറഞ്ഞോ, ഞങ്ങളിങ്ങനെ പറഞ്ഞോളാം. കേരള സർക്കാർ ഇതൊക്കെ ഡാം സേഫ്റ്റി ആക്ട് പറയേണ്ട കാര്യമുണ്ട്. പിന്നെ എന്താ പറഞ്ഞത്? 2019 പ്രളയത്തിൻ്റെ കാര്യം ഇത് പറയേണ്ട കാര്യമുണ്ട്. കേരള സർക്കാർ രണ്ടും പറയേണ്ട കാര്യമുണ്ട്. അതൊക്കെ പറഞ്ഞ് ഇനി ചർച്ചകളും നിയമ പോരാട്ടങ്ങളും ഒരു 10 കൊല്ലത്തേക്കും കൂടി നീട്ടാം. കേരള സർക്കാർ പറയേണ്ട 130 വർഷം പഴക്കങ്ങളുള്ള ഡാം പഴകിയതാണ്, പൊളിച്ചു മാറ്റി പുതിയത് ഒരെണ്ണം പണിയുക, അല്ലെങ്കിൽ എന്താ ഓപ്ഷൻ എന്ന് വെച്ചാൽ അത് പറയുക. അത് പറഞ്ഞാൽ പോരെ? നമ്മളെ വെറുതെ കൺഫ്യൂസ്ഡ് ആക്കണം. എന്തിനാ? കോടതി ഇപ്പം എന്ത് വാദം കേട്ടിട്ടാ ഈ ഉത്തരവ് പറഞ്ഞേ? 130 വർഷം പഴക്കമുണ്ട്, ഇനി അത് വെച്ചുകൊണ്ടിരിക്കണത് എന്തിനാണെന്ന് കോടതി ചോദിച്ചാൽ ഇനി കോടതി ചെന്നുകൊണ്ട് ഡാം സേഫ്റ്റി ആക്റ്റും പ്രളയവും ഒക്കെ പറഞ്ഞ് ചർച്ച ആരംഭിച്ച് ഒരു 10 കൊല്ലം നടക്കാനാണോ പരിപാടി? ഒന്നുമില്ല. ഇത് പഴകിയ ഒരു സാധനമാണ് റീപ്ലേസ് ചെയ്യുക. അതായത് നമ്മളൊക്കെ ഇത് പറയില്ലേ, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സംഭവമാണ്. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ വണ്ടി ഉപയോഗിക്കാൻ പറ്റുമോ, മരുന്ന് ഉപയോഗിക്കാൻ പറ്റുമോ, എന്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റുമോ? പിന്നെ ഡാം മാത്രമേ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നു? എത്രയോ വർഷങ്ങൾ കഴിഞ്ഞ്, ഡീക്കേഡ്സ് കഴിഞ്ഞ്. അപ്പം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനം മാറ്റണം. അതുമാത്രം കേരള സർക്കാർ പറഞ്ഞാൽ മതി. അല്ലാണ്ട് വലിയ കരാറ്, പിന്നെ പ്രളയം, ഡാം സേഫ്റ്റി ആക്ട് എന്നൊക്കെ പറഞ്ഞ് ജഡ്ജിമാർക്കും ആകെ കൺഫ്യൂഷൻ ആക്കാൻ നടക്കണ്ട. പഴയ ഡാമാണ് റീപ്ലേസ് ചെയ്യുക, ഫിനിഷ്ഡ്, അത്രയും പറഞ്ഞാൽ മതി. പക്ഷേ വാദപ്രതിവാദങ്ങൾ കോർട്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് വാദപ്രതിവാദങ്ങൾ വരും. അതിന് നമ്മൾ കൗണ്ടർ ചെയ്യേണ്ടി വരും. ഒറ്റ വാദം പറഞ്ഞാൽ മതി. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനം മാറ്റണമെന്ന് പറഞ്ഞാൽ ഏത് കോടതി അംഗീകരിക്കാത്തത്? അത് ഉദാഹരണങ്ങൾ കാണിക്കാം. ഡെവലപ്ഡ് കൺട്രീസൊക്കെ 40 വർഷം കഴിഞ്ഞാൽ ഡാം ഡീകമ്മീഷൻ ചെയ്യുന്നു, പാലങ്ങൾ ഡീകമ്മീഷൻ ചെയ്യുന്നു, എല്ലാ സിമന്റ് സ്ട്രക്ചേഴ്സും ഡീകമ്മീഷൻ ചെയ്യുന്നു. പിന്നെന്താ പ്രശ്നം? സപ്പോർട്ടിംഗ് ആയിട്ട് എന്തോരം ഡാറ്റ കേരള സർക്കാരിന് കൊടുക്കാൻ പറ്റും? പഴയ സാധനങ്ങൾ മാറ്റുന്നത്, വണ്ടിക്കെല്ലാം ഒരു എക്സ്പയറി ഡേറ്റ് വെച്ചിട്ടില്ലേ? എന്തിനാ എക്സ്പയറി ഡേറ്റ് ഇല്ലാത്തത്? പിന്നെ ഡാംസിന് മാത്രം എന്താ പ്രശ്നം? അതുമാത്രം കോടതിയിൽ പറയാവൂ. അല്ലാണ്ട് ഈ വക കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്ത് ഇനിയും ഒരു 10-25 കൊല്ലം നടക്കാനൊന്നും ഡാം നിൽക്കുമോ അത്ര നാൾ? ഈ കാലവർഷം ഒരു ഭൂകമ്പം ഉണ്ടായാൽ തീർന്നു, അത്രയേ ഉള്ളൂ നമ്മുടെയൊക്കെ ആയുസ്. ഈ കാലവർഷത്തിൻ്റെ ഇടയിൽ കൂടെ ഒരു ഭൂകമ്പം ഉണ്ടായാൽ മതി, ഫിനിഷ്ഡ്. അപ്പോൾ അതുകൊണ്ട് മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യുക, ഇടുക്കി ഡാം ഡീകമ്മീഷൻ ചെയ്യുക, അങ്ങനെ കേരളത്തിലെ 84 ഡാംസും ഡീകമ്മീഷൻ ചെയ്യുക, ഇലക്ട്രിസിറ്റിക്ക് സൗരോർജ്ജം ഉപയോഗപ്പെടുത്തുക, വിൻമിൽസ് കടലിൽ സ്ഥാപിക്കുക, സൗരോർജ്ജ പ്ലാന്റുകളും കടലിൽ സ്ഥാപിക്കാൻ പറ്റും. അത് മതി. നമുക്ക് ഇൻഡസ്ട്രിക്കും ഗാർഹിക വ്യാവസായിക ഉപയോഗങ്ങൾക്കൊക്കെ എല്ലാത്തിനുമുള്ള ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ട് നമുക്ക് ഇലക്ട്രിസിറ്റി വിൽക്കാനും പറ്റും. അതിന് മാത്രം വെയിലുണ്ട്, സൂര്യാഘാതം ഉണ്ടെന്നൊക്കെ പറയണത് പോരെ. ഞാൻ യൂറോപ്പിലായിരുന്നപ്പോൾ ഞാൻ ജർമ്മനിയിൽ നിന്ന് നെതർലാൻഡ്സിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ 2 സൈഡിലും വലിയ കാറ്റൊന്നുമില്ല, 2 സൈഡിലും ആ റോഡിൻ്റെ സൈഡിലെല്ലാം വിൻമിൽസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഈ വിൻമിൽസിന് ഒരു പ്രത്യേകതയുണ്ട്, ചെറുതായിട്ട് ഇറങ്ങിയാൽ മതി, ഇലക്ട്രിസിറ്റി ഉണ്ടാവും. ഇവിടെയും സ്ഥാപിക്കാവുന്നേ ഉള്ളൂ. കടലിൽ നല്ല കാറ്റുണ്ട്, കടൽ തീരത്ത്. നമുക്ക് കടൽ തീരത്തും വെക്കണ്ട, കടലിൽ വെക്കാം വിൻമിൽസ്. ഒരു സെൻറ്റ് ഭൂമി വേണ്ട. തമിഴന്മാരാണ് അത് ചെയ്താനേ. ഞാനതാ പറയണേ, ഈ പ്രബുദ്ധരെ കൊണ്ട് നമ്മൾ തോറ്റ്.
മനസ്സിലായോ? കേരളത്തിന് സുരക്ഷ, തമിഴ്നാടിന് വെള്ളം എന്ന് പറയുന്നുണ്ട്. കേരളത്തിന് സുരക്ഷയാണ് നമ്മൾ പറയുന്നത്. പ്രഭുത്വത്തെ കൂടിയത് കൊണ്ടാണ് അവരുടെ കാര്യം നമ്മൾ ആലോചിക്കുന്നത്. പക്ഷെ അവരത് ആലോചിക്കുന്നില്ല, അതിന്റെ പ്രശ്നം നമുക്ക് വരുന്നുണ്ട്. അവരൊട്ടും ആലോചിക്കുന്നില്ല. അവരുടെ നാടിന് എന്താണോ വേണ്ടത് അത് മാത്രമേ വേണ്ടൂ. അവര് പറയുന്നുണ്ടോ തമിഴ്നാടിന് വെള്ളവും കേരളത്തിന് സുരക്ഷ എന്ന് അവര് പറയുന്നുണ്ടോ? ഇല്ലല്ലോ. കാരണം എന്താ അത് പറഞ്ഞേ? അവർക്ക് അവരുടെ വെള്ളം മതി. അത് ബോധമുണ്ട്. മനസ്സിലായോ? അതാണ് അവരങ്ങനെ പറയുന്നത്. ഇത് വൈകാരികമായിട്ട് ഈ ഒരു വിഷയം പോകുമ്പോൾ നമുക്കൊരു തവണ നമുക്ക് അനുഭവമുള്ളതാണ്. കേരളീയർ ധാരാളം പേര് ചെന്നൈയിലും തമിഴ്നാട്ടിലൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഒരു തവണ നമുക്ക് ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നു. ബസ് കത്തിക്കുന്ന സംഭവം വരെ ഉണ്ടായി. അപ്പോൾ ഇതൊരു വൈകാരിക പ്രക്ഷോഭമായിട്ട് മാറിയാൽ അത് കേരളീയർക്ക് അത് ദോഷകരാവാനുള്ള സാധ്യത കിടക്കുന്നില്ലേ? പേര് മറന്നുപോയി. സന്ദീപ്. എൻ്റെ സന്ദീപേ, ഇന്ത്യൻ ആർമി എന്ന് കേട്ടിട്ടുണ്ടോ? ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സൈന്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യൻ ആർമി. അവിടെ വന്നു നിൽക്കും. ഒരാളെ ആക്രമിച്ച എന്നോട് ഇത് ഉമ്മൻചാണ്ടി സാറ് പറഞ്ഞത്. ഇത് നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കിടന്നാൽ ഇത് വൈകാരികമായിട്ട് പോയി മലയാളികൾ തമിഴ്നാട്ടിൽ ആക്രമിക്കപ്പെടില്ലെന്ന് ഞാൻ പറഞ്ഞു. ഞാനപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, സാറിനറിയാവോ ആരെങ്കിലും ഒരാളെ പറയാൻ പറ്റുമോ ആക്രമിക്കപ്പെട്ട്? അദ്ദേഹം പറഞ്ഞു, ഇന്ന ആൾ അദ്ദേഹത്തിന് ഇവിടെ ഗതിയില്ലാണ്ടായി, ഇവിടെയുള്ള സ്വത്തെല്ലാം വിറ്റ് തമിഴ്നാട്ടിൽ പോയി അവിടെ ഒരു 1 ഏക്കർ സ്ഥലം മേടിച്ച്, 1 ഏക്കറാണ് അത്രയാണ്, 300 തെങ്ങിനുള്ള സ്ഥലം മേടിച്ച് 300 തെങ്ങ് വെച്ച് ഒരു ചായക്കടയും തുടങ്ങി. ഈ മുല്ലപ്പെരിയാർ വിഷയം ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടുവന്നു കഴിഞ്ഞപ്പം തമിഴന്മാർ വന്ന് ഈ 300 കായ്ച്ചു തുടങ്ങിയിട്ടുള്ളൂ തെങ്ങ്, അത് 300 അറുത്തിട്ടിട്ട് പോയി. ഇയാളുടെ ചായക്കടയും തല്ലിപ്പൊളിച്ച്. അപ്പം ഞാൻ ചോദിച്ചു, അന്ന് മുഖ്യമന്ത്രി ആരായിരുന്നു? മുഖ്യമന്ത്രി ഞാൻ. ഞാൻ പറഞ്ഞേ, ഇവിടെ ഇന്ത്യയിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ഇന്ത്യയിൽ നിയമവാഴ്ചയുണ്ട്, റൂൾ ഓഫ് ലോ. താങ്കളായിരുന്നു മുഖ്യമന്ത്രി, താങ്കൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് ഉടനെ എഴുതണം, ഇന്ന ആൾക്ക് 300 തെങ്ങ് നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരു തെങ്ങിന് 100 വർഷത്തെ അല്ലെങ്കിൽ 50 വർഷത്തെങ്കിലും ആദായം ഇത്രയാണ്, അത് മൊത്തം കണക്ക് കൂട്ടി അത്രയും തുക തമിഴ്നാട് ഗവൺമെൻറ് ഇയാൾക്ക് കൊടുക്കണമെന്ന് കത്തെഴുതണം. അങ്ങനെ കൊടുത്തില്ലെങ്കിൽ തമിഴ്നാട്ടിലെ കോടതി കൊണ്ടുവന്ന് കേരള ഗവൺമെൻറ് കേസ് കൊടുക്കണം. പിന്നെ കോടതി പറഞ്ഞോളൂ. മനസ്സിലായോ? കോമ്പൻസേഷൻ കൊടുക്കാൻ കോടതി പറയാതിരിക്കുമോ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ജോലി ചെയ്യാനും കൃഷി ചെയ്യാനും വ്യവസായം നടത്താനും സ്വാതന്ത്ര്യം ഭരണഘടന അനുവദിക്കുന്നതാണ്. അതിനൊരു തടസ്സം ഉണ്ടായി കഴിഞ്ഞാൽ ആ തടസ്സം നീക്കണം. അതൊരു ഗവൺമെൻറ് ആണെങ്കിൽ ആ ഗവൺമെൻറ്റിനെ പിരിച്ചുവിടണം. അതിന് പവർഫുള്ളാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. അതെന്താ താങ്കൾ പറയാതിരുന്നെന്ന് വെച്ചപ്പോൾ അദ്ദേഹത്തിന് മറുപടിയില്ല. മാത്രമാണോ നമ്മുടെയൊക്കെ വീട്ടിൽ കയറി വേറൊരുത്തൻ ചായക്കട തല്ലി പൊളിക്കാന്നൊക്കെ പറഞ്ഞാൽ ഇവന് അടിയും കൊടുത്തുന്ന എൻ്റെ അറിവ്. ചായക്കടക്കാരനെ അടിച്ച് ചായക്കടക്കാരൻ്റെ ചായക്കടയും തല്ലിപ്പൊളിക്കാൻ അതെന്താ ഒരു ക്രിമിനൽ ഒഫൻസ് അല്ലേ? അവനെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന് തമിഴ്നാട് ഗവൺമെൻറ്റിനോട് എഴുതണം. തമിഴ്നാട് ഗവൺമെൻറ് അത് ചെയ്തില്ലെങ്കിൽ കേരള ഗവൺമെൻറ് കോടതിയിൽ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കണം ഈ ക്രിമിനൽ ഒഫൻസ് ചൂണ്ടിക്കാട്ടിയിട്ട്. എന്നിട്ട് നടപടിയില്ലെങ്കിൽ ആ ഗവൺമെൻറ് തന്നെ തെറിക്കും, അവിടെ തമിഴ്നാട് ഗവൺമെൻറ് തന്നെ തെറിക്കും. അതിനുള്ള ശക്തമായ കോൺസ്റ്റിറ്റ്യൂഷനും നിയമവുമാണ് അംബേദ്കർജിയും ഇന്ത്യയുടെ പാർലമെൻറ്റും പാസ്സാക്കി വെച്ചിരിക്കുന്ന എല്ലാ നിയമങ്ങളും. അത് ഇൻവോക്ക് ചെയ്യാനായിട്ട് ഒരു മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞില്ലെങ്കിൽ ആ മുഖ്യമന്ത്രിയുടെ പരാജയമാണ്. ഒരാളും ഒരു മലയാളിനെയും തമിഴ്നാട്ടിൽ തൊടത്തില്ല. എന്നെ ഒന്ന് മുഖ്യമന്ത്രിയാക്കി നോക്ക്. ഒരാളെ, ഞാനേതായാലും രാഷ്ട്രീയത്തിലേക്കും MLA ആവാനും മന്ത്രി ആവാനൊന്നുമില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാനായിരുന്നു മുഖ്യമന്ത്രി, ഒരു മലയാളിനെ പോലും തമിഴ്നാട്ടിൽ തൊടില്ല. തൊട്ടാ വിവരം അറിയും. ആ ഗവൺമെൻറ് ഉണ്ടാവില്ല, തമിഴ്നാട് ഗവൺമെൻറ്, അത് രാഷ്ട്രപതി ഡിസ്മിസ് ചെയ്യും. അപ്പം അതുകൊണ്ട് ഇത് നമുക്ക് വൈകാരികമായ വിഷയം തന്നെയാണ് സന്ദീപേ. കാരണം നമ്മുടെ ജീവൻ്റെ വിഷയം വൈകാരികത തന്നെയാണ്. അവന്മാർക്ക് വൈകാരിക ഉണ്ടാകേണ്ട കാര്യമൊന്നുമില്ല. അവന്മാർക്കാണോ വൈകാരികമായ വിഷയം? നമുക്കാ വൈകാരിക വിഷയം. നമ്മുടെ മക്കൾ, നമ്മുടെ സഹോദരന്മാർ, അമ്മമാരൊക്കെ നമ്മുടെ കൺമുമ്പിൽ കിടന്ന് പെടഞ്ഞ് മരിക്കുമ്പോൾ, വിഷവാതകം ശ്വസിച്ച് മരിക്കുമ്പോൾ നമുക്കതൊരു വൈകാരിക വിഷയമാണ്. തമിഴനെന്തോന്ന് വൈകാരിക വിഷയം? അവന് ഈ വെള്ളം കിട്ടിയില്ലെങ്കിൽ അവിടെ ബംഗാൾ ഉൾക്കടലുണ്ട്, അവിടെ നിന്ന് ശുദ്ധീകരിച്ചെടുക്കാമല്ലോ.
എന്തെല്ലാം കേരളത്തിൽ നിന്ന് തന്നെ ഈ ആലുവ പുഴയിൽ നിന്ന് കൊണ്ടുപോകാമല്ലോ. ടെക്നോളജി എത്ര ഡെവലപ്ഡ്, ഡാം കിട്ടി കൊണ്ടുപോകണമെന്നുണ്ടാ? ഇറാനിൽ നിന്ന് നാച്ചുറൽ ഗ്യാസ് ഇവിടെ കൊണ്ടുവരാൻ, ഇന്ത്യയിൽ കൊണ്ടുവരാമെങ്കിൽ ഈ തൊട്ട് കിടക്കുന്ന തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകാനാണ് പാട്. ഇപ്പം ടണൽ ഉണ്ടാക്കി വെക്കണ കാര്യം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ. എന്തിനാണ് ടണൽ ഒരു മോട്ടോർ വെച്ച് അങ്ങ് അടിച്ചു കൊടുത്തത്? ഇപ്പോഴാണ് ഈ ചൈനയിൽ ഭയങ്കര ഹോഴ്സ് പവറുള്ള മോട്ടർ ഉണ്ട്. ആ മോട്ടർ കൊണ്ടുവന്ന് ഇവിടെ ഡാമിൽ വെച്ചിട്ട് തമിഴ്നാട്ടിലേക്ക് അടിച്ചു കൊടുക്കുക. നിങ്ങൾ അവിടെ സ്റ്റോർ ചെയ്തോ? ഈ ശ്രീധരൻ പറഞ്ഞ വിഡ്ഢിത്തരത്തിനുള്ള മറുപടിയാണേ. മോട്ടർ വെച്ച് അടിച്ചു കൊടുക്കുക. അവർ അന്തം വിട്ട് ഇങ്ങനത്തെ പോഴന്മാർ ഈ ലോകത്തുണ്ടോ എന്ന് വെള്ളത്തിൽ കിടക്കണ തമിഴ്നാട്ടിലേക്ക് വെള്ളം മോട്ടർ വെച്ച് അടിച്ചു കൊടുക്കുക. എന്ത് ചെയ്യാൻ ഇങ്ങനത്തെ ആൾക്കാർ ഈ നാട്ടിലുണ്ടായിപ്പോയി എന്ത് ചെയ്യും സന്ദീപ്? സാർ, രാഷ്ട്രീയത്തിന്റെ കാര്യം, രാഷ്ട്രീയത്തിലേക്ക് സാറില്ല എന്ന് പറയുന്നു. BSP ടിക്കറ്റിൽ മുമ്പ് മത്സരിച്ചിട്ടില്ലേ? നല്ല ചോദ്യമാണ്. അതായത് ആരും പിന്തുണയ്ക്കാനില്ല. മുല്ലപ്പെരിയാർ വിഷയമായിട്ട് ഞാനിങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടികളും പിന്തുണയ്ക്കാനില്ല, ആരുമില്ല. അപ്പോഴാണ് ഒരു പാർട്ടി വന്നത്, BSP. അപ്പം ഞാൻ നോക്കിയപ്പോൾ 10 MP അവർക്ക്. മനസ്സിലായോ? ഇവിടെ നിന്ന് ഈ വിഷയം ശക്തമായിട്ട് പാർലമെൻറ്റിൽ പറയാനായിട്ട്, ഡാം പൊളിച്ചു കളയണമെന്ന് പറയാനായിട്ട് ഒരു MP ഇല്ല, ഒരു MLA ഇല്ല. നിയമസഭയിൽ അങ്ങനെ പറഞ്ഞൊരു പ്രമേയം കൊണ്ടുവരാനില്ല. പാർലമെൻറ്റിൽ പ്രധാനമന്ത്രിയുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ ഒരുത്തനുമില്ല ഡാം പൊളിച്ചു കളയണമെന്ന് പറയാനായിട്ട്. അപ്പോൾ എനിക്ക് തോന്നി 10 MP അത് ആ വഴി നോക്കാമെന്ന് വിചാരിച്ചു. കേരളത്തിൽ ആരെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ UP എന്ന് പറയട്ടെ, കേരളത്തിന് വേണ്ടി. അങ്ങനെയാണ് ഞാൻ മത്സരിച്ചത്. ഞാൻ മത്സരിച്ച് വീട്ടിലിരുന്നല്ലാതെ ഞാൻ മത്സരിച്ച കാര്യമൊന്നും ആരും അറിഞ്ഞിട്ടില്ല. മനസ്സിലായോ? ഒരു മനുഷ്യനെ അറിഞ്ഞില്ല. ആകെപ്പാടെ ഒരു 5000 പോസ്റ്റർ ഒട്ടിച്ച് ഒരു പാർലമെന്റ് നിയോജകമണ്ഡലത്തിൽ 5000 പോസ്റ്റർ കൊണ്ടുപോയി ഒട്ടിച്ച വല്ലവരും അറിയോ? അധികം പേര് പറഞ്ഞില്ല. പിന്നെ ചിലരൊക്കെ ഈ വോട്ടിംഗ് മെഷീനിൽ എൻ്റെ പേര് കണ്ടപ്പോൾ അത് മൊത്തം വായിച്ചു നോക്കി വരും. സാധാരണ ആൾക്കാർ വായിച്ചു നോക്കാൻ നിൽക്കില്ല. അവനവൻ്റെ ചിഹ്നം അറിയല്ല, അതിൻ്റെ നേരെ ഒപ്പിട്ടിട്ട് വീട്ടിൽ പോകാണ്. ചിലർ വായിച്ചു നോക്കിയവർ എന്നെ വിളിച്ചിട്ടുണ്ടായി, സാറ് മത്സരിച്ചോന്ന് ചോദിച്ചോളൂ. അപ്പോൾ അതാണ് എൻ്റെ, അതായത് ഞാൻ ഒരു രാഷ്ട്രീയവും ഇല്ല, BSPയും ഇല്ല, കോൺഗ്രസും ഇല്ല, കമ്മ്യൂണിസ്റ്റും ഇല്ല. ഒരു ആശയം എന്നെ സ്വാധീനിച്ചിട്ടുള്ള എൻ്റെ ആശയം വേറെയുണ്ട്. എനിക്ക് ആശയമുണ്ട്, എനിക്ക് ആദർശമുണ്ട്, അത് വേറെയാണ്. അപ്പം അന്ന് മത്സരിക്കാനുള്ള മത്സരിച്ചത് അതുകൊണ്ടാണ്. പക്ഷേ എനിക്ക് അതിനുശേഷം സാമ്പത്തികം വേണമല്ലോ. ഇപ്പോൾ UP പോയി ഇങ്ങനെ, പിന്നെ ആ 10 MP പോയി. പുതിയ ഇലക്ഷൻ വന്നപ്പോൾ 10 MP ജയിച്ചില്ല. പിന്നെ ഞാനിതിനൊക്കെ UPയിലൊക്കെ പോയി ഇങ്ങനെ നടക്കണേന് എൻ്റെ കയ്യിൽ പൈസ വേണ്ടേ? പൈസ ഒരു വലിയ പ്രശ്നം. ഇപ്പോഴും സാമ്പത്തികം ഒരു പ്രശ്നമാണ് എനിക്ക്. ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള സാമ്പത്തികം ഇല്ല. ഇപ്പം തന്നെ വളരെ കഷ്ടപ്പെട്ട ഈ കേസുകളൊക്കെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതാണ് ഈ ഡിലേ തന്നെ. പൈസ ഉണ്ടാക്കിയിട്ട് വേണം കേസ് നടത്താൻ. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് 10-12 വർഷമായിട്ട് എനിക്ക് നടക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് ഞാൻ തീർത്താനത്. ഇവിടെ ഈ സേവ് കേരള ബ്രിഗേഡിന് ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ വരുന്നുണ്ടോ? സേവ് കേരള ബ്രിഗേഡിന് വരുന്ന പൈസയൊന്നും ഞാൻ കേസിന് ഉപയോഗിക്കാറില്ല. അത് സേവ് കേരള ബ്രിഗേഡിൻ്റെ കേസ് വിട്ടിട്ടുള്ള ജനങ്ങളെ ബോധവൽക്കരിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അതിൽ ഫണ്ടൊന്നുമില്ല. അതുകൊണ്ട് ജനങ്ങൾക്ക് വലിയ ബോധം ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചിട്ടുമില്ല. അത് വേറൊരു പ്രശ്നം. ഇപ്പോൾ ഇവിടെ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ചെറിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 3 MLA BJPക്ക് കിട്ടി. അപ്പോൾ ഇത് മുല്ലപ്പെരിയാർ ഡാം വിഷയം ആയിട്ട് വരുമ്പോൾ BJPയുടെ ഈ സാന്നിധ്യം ഇനി ഭാവിയിൽ ഏതെങ്കിലും തരത്തിൽ ഈ ഒരു വിഷയത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായകമാവുമോ? അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന് കാണുന്നത്? ഇവരാരെങ്കിലും മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? കേരള BJP ഘടകം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ശ്രദ്ധിച്ചിട്ടില്ല. ഇല്ല. ഇവിടുന്നൊരു 3 MLA അവരാരെങ്കിലും പറഞ്ഞോ? കേരളത്തിൻ്റെ BJP പ്രസിഡന്റുമാരാരെങ്കിലും പറഞ്ഞോ? പിന്നെ എങ്ങനെ പ്രധാനമന്ത്രി ഇടപെടും? അപ്പോൾ ഇവരെന്തുകൊണ്ട് പറയുന്നില്ല എന്ന് നമ്മൾ ആലോചിച്ചോണം. മനസ്സിലായോ? പ്രധാനമന്ത്രി ഇതിൻ്റെ അകത്ത് ഇടപെടണമെങ്കിൽ ഇവർ പറയണം. ഇവർ പറയാതിരിക്കുന്നിടത്തോളം കാലം പ്രധാനമന്ത്രി ഇടപെടത്തില്ല. എന്തിനാ ആവശ്യമില്ലാത്തടത്ത് പോയി പണി മേടിക്കണമെന്ന് വിചാരിച്ചിട്ട്? മനസ്സിലായോ? പിന്നെ ഈ ഇന്ത്യ മഹാരാജ്യത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ കുറേ ആൾക്കാർ ഒഴുകിപ്പോയിന്നോർത്ത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ സദേൺ നേവൽ കമാൻഡും നേവൽ ആർമമെന്റ് ഡിപ്പോ ഒക്കെ ഉള്ളത് ഒരു വിഷയമുണ്ട്. അതൊഴിച്ച് വേറെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല.
കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രമാത്രം ജനങ്ങളുള്ള ഒരു രാജ്യമല്ലേ. പിന്നെ ഇതെങ്ങാനും ഒഴുകിപ്പോയി ഇവിടെ ജനങ്ങളും ഇല്ല, ഇവിടെ പുല്ല് പോലും മുളയ്ക്കാതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിമണ്ണിൽ വരിയെടുക്കാം. കൊച്ചി കുഴിച്ചാൽ പെട്രോളുണ്ട്, പെട്രോളും നാച്ചുറൽ ഗ്യാസും ഉണ്ട് ഇതിൻ്റെ അടിയിൽ, ഈ ഭൂമിക്ക് അടിയിൽ. അതൊക്കെ എടുക്കാം. എനോർമസ് ഇതുണ്ട്, റിസോഴ്സസ് ഉണ്ട്, അതെടുക്കാം. ലാഭമാണ് ഒരു കണക്കിന്. പോകുന്നത് നമ്മളാണെന്ന് എന്നെ കേൾക്കുന്ന ഈ ചാനൽ കേൾക്കുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട, നമുക്കാ പോകുന്നത്. ജീവിച്ചിരിക്കുന്ന നമുക്ക് പോകും, നമ്മുടെ മക്കളില്ലാണ്ടാവും, സഹോദരന്മാരുണ്ടാവും, അമ്മ ഉണ്ടാവില്ല, അച്ഛനുണ്ടാവില്ല. ഇത് നമുക്കാ പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ 50ഓളം ഡാമുകൾ ഇന്ത്യയിൽ തകർന്ന് ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ചപ്പോൾ മരിച്ചവർക്ക് പോയി എന്നല്ലാണ്ട് ഇന്ത്യക്കൊന്നും ഒന്നും പറ്റിയിട്ടില്ല. മനസ്സിലായോ? അതുകൊണ്ട് കേരളമില്ലാതായാൽ ചരിത്ര ഗവേഷകർക്ക് കൗതുകമാവും. കുറേ വിഡ്ഢികൾ താമസിച്ച സ്ഥലം, അവന്മാരുടെ തലയോടൊക്കെയാണ് ഈ മണ്ണിൻ്റെ അടിയിൽ കിടക്കണേ. എക്സ്കവേറ്റ് ചെയ്ത് മാന്തി പരിശോധിക്കാം. അവരുടെ ഇൻ്റലക്ച്വൽ ഐക്യു എന്തായിരുന്നു എന്നുള്ളത് അവർ പഠിക്കും. അങ്ങനെ ഒരു പഠനത്തിന് ഒരു കാലത്ത് വലിയ സംസ്കാരം ഉണ്ടായിരുന്ന, സുന്ദരമായൊരു ഭാഷയുണ്ടായിരുന്ന, സംഗീതമുണ്ടായിരുന്ന, നല്ല നല്ല മനുഷ്യരുണ്ടായിരുന്ന, നല്ല സ്നേഹമുള്ള ആൾക്കാരുണ്ടായിരുന്ന കുറച്ച് ആൾക്കാർ, അതായത് കുറച്ച് 4 കോടി ആൾക്കാർ ജീവിച്ചിരുന്ന ഒരു സ്ഥലമാണ്. ഇപ്പം ഒന്നുമില്ല, പുല്ല് പോലും മുളയ്ക്കുന്നില്ല. കാരണം കൊച്ചിൻ ഓയിൽ റിഫൈനറിലെ ക്രൂഡ് ഓയിൽ മൊത്തം കേരളം മുഴുവൻ വ്യാപിച്ച്, പിന്നെ എല്ലാ ഫാക്ടറികളും തകർന്ന്, എല്ലാ വൃത്തികെട്ട സാധനങ്ങളും ഇവിടെ വ്യാപിച്ച്, കെമിക്കൽസ് മുഴുവൻ വ്യാപിച്ച്, ഇവിടെ ഇപ്പം പുല്ല് പോലും മുളയ്ക്കുന്നില്ല. ബുദ്ധിശൂന്യത ഉള്ള ഒരു ജനങ്ങൾ എങ്ങനെയാണ് ഒരു നാട് നശിപ്പിക്കുന്നതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളായിട്ട് ഗവേഷകർ ഭാവിയിൽ സ്ഥാപിക്കാനിടയുള്ള ഒരു കാര്യമാണിത്. സാറ് പറഞ്ഞത് ഈ ഡാമിന് താഴെയുള്ള ജില്ലകൾക്ക് മാത്രമല്ല, കേരളത്തിന് മൊത്തത്തിൽ ഇതിൻ്റെ പ്രത്യേകത ഉണ്ടാകുന്നതാണ്. എൻ്റെ ലിജിൻ എന്താ ഈ പറയണേ? ഈ 1000കണക്കിന് ഫാക്ടറികൾ കെമിക്കൽ ഫാക്ടറികളാണ്. അതിൽ തന്നെ മെജോറിറ്റി ഫാക്ടറികളിൽ ഈഥെയ്ൻ, മീഥെയ്ൻ, ബെൻസിൻ, ഇതെല്ലാം വിഷവാതകങ്ങളാണ് സംഭരിച്ചു വെച്ചിരിക്കുന്നത്. അതിൽ 1000കണക്കിനൊന്നും പൊട്ടണ്ട, 1-2 പൊട്ടിക്കഴിഞ്ഞാൽ തന്നെ എൻ്റെ കേരള പോപ്പുലേഷൻ ജീവനുള്ളത് സകലതും തീരും, മൃഗങ്ങളടക്കം തീരും. ബോർഡർ ഡിസ്ട്രിക്റ്റ് ഓഫ് തമിഴ്നാട്, ബോർഡർ ഡിസ്ട്രിക്റ്റ് ഓഫ് കർണാടക തീരത്തില്ലേ? കാറ്റിന് ബോർഡർ ഉണ്ടോ? കാറ്റ് എവിടെയൊക്കെ പോകുന്നു അവിടെയൊക്കെ ഭോപ്പാൽ ട്രാജഡി പോലെ ജനം വീഴും. ഇത് പറയാനായിട്ട് വല്ല ബുദ്ധി വേണോ? ഡാമുണ്ട് മുകളിൽ, ഇത്രയും ഫാക്ടറികളുണ്ട്. ഈ ഫാക്ടറികളിൽ വിഷവാതകങ്ങൾ പല ഫാക്ടറികളിലും ഉണ്ട്. ഡാം തകർന്ന ഇതെല്ലാം പൊട്ടി പുറത്തേക്ക് വരും എന്ന് പറയാനായിട്ട് റസൽ ജോയി ഒന്നും വേണ്ട. റസൽ ജോയി വേണോ ഇത് പറയാൻ? വേണ്ട. അപ്പോൾ നമ്മൾ ഇനിയും ബോധമില്ലാണ്ടിരുന്ന സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ ഇച്ചിരി സ്പിരിച്വലാണ്. അപ്പം അതുകൊണ്ട് ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഹോണസ്റ്റായിട്ട് ഇതിൻ്റെ മുമ്പിൽ നിൽക്കുന്നിടത്തോളം കാലം ഈ ഡാമിനെ ദൈവം സംരക്ഷിച്ചുകൊള്ളും, എന്നിലൂടെ ഈ ഒരു പരിഹാരം ഉണ്ടാകാനും ദൈവം ഇടവരുത്തും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേര് എൻ്റെ കൂടെ വിശ്വസിക്കുന്നവരുണ്ട്. എന്നോട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെയും ഇലക്ട്രിസിറ്റി ബോർഡിലെയൊക്കെ ചീഫ് എഞ്ചിനീയർ, ആ ടോപ്പ് എഞ്ചിനീയേഴ്സ് പറഞ്ഞു ഡാം തകരാതെ നിൽക്കുന്നത് അത്ഭുതം, അത് അഡ്വക്കേറ്റ് റസൽ ജോയ് ഹോണസ്റ്റായിട്ട് ഇതിൻ്റെ മുമ്പിൽ നിൽക്കുന്നതുകൊണ്ടാണെന്നാണ് ഞങ്ങൾ വിചാരിക്കണേന്ന്. കാരണം അവർക്ക് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം അറിയാം, ഈ ഡാമിൻ്റെ അവസ്ഥ അറിയാം. അതുകൊണ്ട് തകരുന്നില്ലാത്തതൊരു അത്ഭുതമാണ്, മിറേക്കിളാണ് അവർക്ക്. ആ മിറേക്കിൾ ഒരാൾ ഹോണസ്റ്റായിട്ട് ഇതിൻ്റെ മുമ്പിൽ ഉള്ളത് കൊണ്ടാണെന്ന് അവർ വിശ്വസിക്കുന്നു. അവർക്ക് വേറെ സയൻസ് ഒന്നും സപ്പോർട്ട് ചെയ്യാനില്ല, അതുകൊണ്ട് അവരങ്ങനെ വിശ്വസിക്കുന്നു. പക്ഷേ ഇത് പറയുമ്പോഴും സാർ ഇപ്പം ഇതിനിടയ്ക്ക് നമ്മൾ പറഞ്ഞ പോലെ മുഖ്യമന്ത്രിയായിട്ട് സംസാരിക്കുന്നുണ്ട്, പോസിറ്റീവായിട്ട് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. അവർ ഭീതി, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ആ ഭീതിയും ആശങ്കയും ഒഴിയും എന്നതിന് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും ഈ ഉടനടി ഈ ഡാം വിഷയത്തിലൊരു പരിഹാരം ഉണ്ടാവും. പരിഹാരം ഉണ്ടായേ പറ്റൂ. കാരണം എന്താണെന്നറിയോ? ഈ പ്രപഞ്ചത്തിനൊരു ഇക്വിലിബ്രിയം ഉണ്ട്. ഇപ്പം ലോകരാജ്യങ്ങളെല്ലാം കൂടി ഒരുമിച്ച് കൂടിയ ഒരു സംഭവമുണ്ട്. ഏതാണെന്നറിയോ? സന്ദീപിനറിയാവോ? ലിജിനറിയാവോ? ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ വിളിച്ചാൽ വരൂലാത്ത ലോകരാജ്യങ്ങളെല്ലാം കൂടി ഒത്തുകൂടി ഒരു തീരുമാനം ഉണ്ടാക്കി, ഏകകണ്ഠമായിട്ടൊരു തീരുമാനം ഉണ്ടാക്കി. എന്താണെന്ന് വെച്ചാൽ ലോകത്ത് ചൂട് കൂടാൻ പാടില്ല. 3 ഡിഗ്രി ചൂട് കൂടിക്കഴിഞ്ഞാൽ തുറമുഖ നഗരങ്ങളെല്ലാം വെള്ളത്തിലാവും. അതായത് ലോകം മുഴുവനും വെള്ളത്തിലാവും എന്നർത്ഥം. ഇന്ത്യയിൽ തന്നെ കൽക്കട്ട, കൊച്ചി, മുംബൈ ഒക്കെ വെള്ളത്തിൻ്റെ അടിയിലായി കഴിഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട് ഇന്ത്യ, ന്യൂയോർക്ക്, ടോക്കിയോ ഒക്കെ വെള്ളത്തിൻ്റെ അടിയിലായപ്പോഴുള്ള സ്ഥിതി എന്താ? അപ്പം ലോകരാജ്യങ്ങൾ ഐകകണ്ഠ്യേന തീരുമാനിച്ച ഒരു കാര്യമാണ് ചൂട് കുറയ്ക്കണം. ചൂട് കുറച്ചില്ലെങ്കിൽ എന്ത് പറ്റും? പ്രകൃതി ഇടപെടും.
ചൂട് കൂട്ടിയ മനുഷ്യനെ ഈ ഭൂലോകത്തുനിന്ന് റിമൂവ് ചെയ്യും പ്രളയത്തിലൂടെ. മനസ്സിലായത്? ഹിമാലയത്തിലെ ആൽപ്സിലെ മഞ്ഞുരുകി തുറമുഖ നഗരങ്ങളിലെ വെള്ളത്തിനടിയിലായി ഈ ആൾക്കാർ അങ്ങോട്ട് പോകും. വണ്ടി കിണ്ടി സകലതും പോകും. കൊറോണ കാലത്ത് എയർ പ്യൂരിഫൈഡ് ആയില്ലേ എന്ന് പറഞ്ഞാൽ എല്ലാ വണ്ടിയും വീട്ടിൽ കയറ്റിയിട്ട് ആരും പുറത്തിറങ്ങുന്നില്ല. എയർ പ്യൂരിഫൈഡ് ആയില്ലേ കൊറോണ കാരണം. അതൊരു നേച്ചറിൻ്റെ ഇടപെടലാണെന്ന് കൂട്ടിക്കോ, അത് എന്തെങ്കിലും ആവട്ടെ. അപ്പം നമ്മളിവിടെ ചെയ്തു വച്ചിരിക്കുന്ന ഒരു പരിപാടിയുണ്ട്. നമ്മുടെ ഒരു സൈഡിൽ വെസ്റ്റേൺ ഗട്ട്സ്, മറു സൈഡിൽ അറേബ്യൻ സീ, ഇതിൻ്റെ ഇടയിൽ കൊണ്ടുവന്ന 84 ഡാംസ് ഉണ്ടാക്കി വെച്ച്. 84 ഡാംസ് എന്ന് വെച്ചപ്പോൾ മുല്ലപ്പെരിയാർ ഡാം 64 സ്ക്വയർ കിലോമീറ്റർ സ്ഥലം വെള്ളത്തിനടിയിലായി. ഇടുക്കി ഡാം 65 സ്ക്വയർ കിലോമീറ്റേഴ്സ് വനം അടിയിലായി. അപ്പം ഈ വെള്ളം എങ്ങനെ കെട്ടി നിർത്തിയാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് വലിയൊരു മർദ്ദം താഴേക്ക് ഉണ്ടാവും. ആ മർദ്ദത്തിൻ്റെ ഫലമായി പ്ലേറ്റ്സ് ഓഫ് റോക്സ്, ഈ പാറയുടെ ഈ ഫലകങ്ങളുണ്ടല്ലോ, തെന്നി മാറും. അപ്പോൾ എല്ലാ ഡാമിൻ്റെ അടിയിലും വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. എല്ലാ ഡാമിൻ്റെ അടിയിലും, ഇടുക്കി ഡാമിൻ്റെ ആയാലും മുല്ലപ്പെരിയാർ ഡാമിൻ്റെ അടിയിലൊക്കെ, അതൊക്കെ സയൻസ് പ്രൂവ് ചെയ്തിട്ടുള്ള എല്ലാ ഡാമിൻ്റെ അടിയിലും വലിയ ഗർത്തങ്ങളും ഒക്കെ രൂപപ്പെട്ടിട്ടുണ്ട്. ഇത് പ്രകൃതിയുടെ ഒരു ഇക്വിലിബ്രിയം തകർക്കും. പിന്നെ ഈ ഡാം, ഇപ്പം മുല്ലപ്പെരിയാർ ഡാമിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ സിവിയറാണ്. മുല്ലപ്പെരിയാർ നദി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ നദിയാണ് പെരിയാർ നദി. ഈ നദി ഉത്ഭവിച്ച് കേരളത്തിലൂടെ ഒഴുകി അറബിക്കടലിൽ പതിക്കണമെന്നാണ് പ്രപഞ്ചം വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. കാരണം ഈ ശുദ്ധജലം, ചില ആൾക്കാർ പറയുന്നുണ്ട് വെള്ളം പാഴായി പോകുന്നു. ഈ ശുദ്ധജലം കടലിലേക്ക് വന്ന് പതിച്ചില്ലെങ്കിൽ സീവീഡ്സ് ഉണ്ടാവില്ല, സീവീഡ്സ് വളരില്ല. സീവീഡ്സ് ഇല്ലെങ്കിൽ ഓക്സിജൻ ഉണ്ടാവില്ല. നമ്മൾ നടുക്കടലിലൊക്കെ ചെല്ലുമ്പോൾ, ഞാനൊക്കെ ലക്ഷദ്വീപിൽ പല പ്രാവശ്യം പോകുന്ന കപ്പലിൽ, അപ്പം നടുക്കടലിലൊക്കെ നല്ല സുഖമായിട്ട് ശ്വസിക്കാൻ പറ്റും. കാരണം എന്താണ്? സീവീഡ്സ് പുറപ്പെടുവിക്കുന്ന ഓക്സിജൻ അബുണ്ടൻ്റ് ആയിട്ട് ജലോപരിതലത്തിൽ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഈ വെള്ളം അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ സീവീഡ്സ് നശിക്കുമ്പോൾ ലോകം നശിച്ച്. ഈ വെള്ളം അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ കടലിൽ കരയിലുള്ളതിനേക്കാളും ജീവികളും എല്ലാം ഉണ്ട്. ഈ ജീവികൾക്കും നാശം ഉണ്ടാവും, സൂക്ഷ്മജീവികൾക്ക് നാശം ഉണ്ടാവും. ശുദ്ധജലം അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ കടലിൻ്റെ ഉപ്പുരസം കൂടിയിട്ട് ഇസ്രായേലിലൊരു കടലുണ്ടല്ലോ, ഡെഡ് സീ, ചാവുകടൽ പോലെയാവും. ചാവുകടലിൻ്റെ പരിസരത്ത് പോയിട്ടുണ്ടോ? പുല്ല് പോലും മുളയ്ക്കൂല, ഒരു ജീവിയും അതിൻ്റെ അകത്തില്ല. നമ്മൾ ഇറങ്ങിയാൽ അങ്ങനെ നമുക്ക് അങ്ങനെ ബാലൻസ് ചെയ്ത് പൊങ്ങി കിടക്കാൻ പറ്റും. ഞാൻ അങ്ങനെ കിടന്നു നോക്കിയിട്ടുണ്ട്, അപ്പോൾ എനിക്ക് മനസ്സിലായി ബാലൻസ് ചെയ്ത് കിടക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം ഈ പ്രകൃതിക്കൊരു ഇക്വിലിബ്രിയം ഉണ്ട്. ആ ഇക്വിലിബ്രിയം നമ്മൾ തകർത്തിരിക്കുന്നു കേരളത്തിലെ ജനങ്ങൾ, അല്ലെങ്കിൽ കേരളത്തിലെ ഭരണകൂടം. അപ്പോൾ എന്തു ചെയ്യും? പ്രകൃതി എന്തു ചെയ്യും? അത് പുനഃസ്ഥാപിക്കണം, ഇക്വിലിബ്രിയം പുനഃസ്ഥാപിക്കണം, സംതുലിതാവസ്ഥ അത് പുനഃസ്ഥാപിക്കണം. അപ്പം പ്രകൃതി നോക്കുമ്പോൾ എന്താണ്? ഇതാരാ ഇക്വിലിബ്രിയം തകർത്തത്? മനുഷ്യർ. അവരെ അങ്ങോട്ട് മാറ്റും. ഒരു ഭൂകമ്പമായിട്ടോ പ്രളയമായിട്ടോ ഡാം തകർച്ചയായിട്ടോ. ഒരു ഭൂകമ്പം ഉണ്ടായ ഡാമെല്ലാം വീഴുമല്ലോ, അപ്പോൾ എല്ലാവരും ചാവുമല്ലോ. അപ്പോൾ പ്രകൃതി പഴയ സ്ഥിതിയിലാവും, പഴയ കേരളം ഉണ്ടാവും. പഴയ കേരളം ഉണ്ടാവാൻ സാധ്യതയില്ല, അത്രയും വിഷങ്ങൾ നമ്മൾ സംഭരിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പഴയ കേരളം ഒന്നും ഉണ്ടാവില്ല. ഏതായാലും പ്രകൃതി അതിൻ്റെ ഇക്വിലിബ്രിയം പുനഃസ്ഥാപിച്ചെടുക്കും. അപ്പോൾ അതിനൊന്നും നമ്മൾ നിൽക്കണ്ട. ഇനി നമ്മൾ തകർത്ത ഇക്വിലിബ്രിയം പുനഃസ്ഥാപിച്ചെടുത്ത് പ്രകൃതിയെ സഹായിക്കുക. അത് എത്രയും പെട്ടെന്ന് തന്നെ വേണം. അതിന് മുഖ്യമന്ത്രി ഉണരണം, മുഖ്യമന്ത്രി ഉണരണം, പ്രധാനമന്ത്രി ഉണരണം. ആരും ഉണർന്നില്ലെങ്കിലും കേരളത്തിലെ ജനങ്ങൾ ഉണരണം.